വിവരങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുക എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ആദ്യം സപ്ലൈകോയുടെ സൈറ്റായ സിവിൽ സപ്ലൈയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.civilsupplieskerala.government.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നേരിട്ട് നിങ്ങൾക്ക് വെബ് ബ്രൗസറിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാനാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ശേഷം ഈ കാണുന്നതാണ് സിവിൽ സപ്ലൈസിന്റെ സൈറ്റ്. ഇതിൽ നിന്നും ഇവിടെ വലതുഭാഗത്തായി കാണുന്ന വ്യൂ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അല്പം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കാൻ അവിടെ ഒരു കോളം വരും. ഇവിടെ എന്റെ റേഷൻ കാർഡ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം ഈ കാണുന്ന ഇമേജ്, മുകളിൽ കാണുന്ന ഇമേജ് ടെക്സ്റ്റ് അതുപോലെ നിങ്ങളുടെ തന്നിരിക്കുന്ന കോളത്തിൽ അടിച്ചു കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം ലഭിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണാം കാർഡ് നമ്പർ കാണുന്നുണ്ട്. തൊട്ട് താഴെ കാർഡ് ടൈപ്പ് എന്ന ഭാഗത്ത് ഇവിടെ കാണാം. ഇതാണ് നിങ്ങളുടെ പ്രയോറിറ്റി കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ പ്രയോറിറ്റി ഉണ്ട് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഇവിടെ നോൺ പ്രയോറിറ്റി എന്നത് കാണിക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നോൺ പ്രയോറിറ്റി അർത്ഥം. തുടർന്ന് നമുക്കിവിടെ അഡ്രസ് ചെക്ക് ചെയ്യാം, വീട്ടു നമ്പർ ചെക്ക് ചെയ്യാം, നിങ്ങളുടെ വാർഡ് ചെക്ക് ചെയ്യാം, സ്ഥലം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ ഉണ്ട്, ഗ്യാസിന്റെ കൺസ്യൂമർ നമ്പർ ഉണ്ട്, ഗ്യാസിന്റെ ഏജൻസിയുടെ പേരും കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ചെക്ക് ചെയ്യാം. തുടർന്ന് കുടുംബാംഗങ്ങളുടെ പേര് കാണാൻ ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിൽ കാർഡ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ പേര് കൊടുത്തിട്ടുണ്ട്, സെക്സ്, റിലേഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. എല്ലാ വിവരങ്ങളും കറക്റ്റ് കാണാം. ഇവിടെ കാർഡ് ഉടമയുടെ പേര് കാണാം. നിങ്ങളുടെ ഇൻകം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആക്റ്റീവ് പേജ് ആണോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫിനിഷ് അടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ഈ വിവരങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതിനൊരു നിശ്ചിത ഫോം ഉണ്ട്. ഫോമിന്റെ ലിങ്ക് ഞാനിവിടെ ഇതിന്റെ വീഡിയോയുടെ കൂടെ വെക്കാം. ആ ഫോമിൽ നിങ്ങൾക്ക് പൂരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ ഏൽപ്പിക്കാവുന്നതാണ്. ഈ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് മുകളിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ഇതിന്റെ ഉപകാരപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക. നന്ദി. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ